ഇവിടുത്തെ ഒരു തുണിക്കട കാണിച്ചു തരാം കേട്ടോ. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും നാട്ടിൽ കിട്ടുന്ന പോലത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടും കേട്ടോ. ഇതിൽ കൂടുതലും ഒരു 90% ഈ ഒരു ഷോപ്പിൽ ഇന്ത്യൻ മേക്കാണ് നമുക്ക് കാണാൻ കഴിയുക. മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അങ്ങനെ ആണുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രസ്സും ഒറ്റ ഷോപ്പിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും. ഇതൊക്കെ സ്ത്രീകളുടെ നൈറ്റ് വിയറിനുള്ള ഒരു ഏരിയയാണ്. ഓരോരോ സെക്ഷനാക്കിയിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഇവിടെ കുറച്ച് സ്റ്റാഫുകളുണ്ടാവും, 1-2 സ്റ്റാഫുകളുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഇത് ആണുങ്ങളുടെ ഇന്നർ വെയറും അങ്ങനെയുള്ളതൊക്കെയാണ്. ഷൂസിന് നമ്മുടെ നാട്ടിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിലക്കുറവാണ് കേട്ടോ. ഇവിടെ ഷൂസ് കൂടുതലും ഈ ചൈന അവിടെ നിന്നൊക്കെ വരുന്നതാണ് കൂടുതലും ഇവിടെ കാണുന്നത്. നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വില കുറവായിരിക്കും. ഇത് ആണുങ്ങളുടെ ഒരു ഇന്നർ വെയർ സെക്ഷനാണ്. പുതുതായിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും പെട്ടെന്ന് അറിയാൻ വഴിയില്ല. ആദ്യമായിട്ട് വരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. വില കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ചിലതിന് നമ്മുടെ നാട്ടിലേയും കാട്ടിയിട്ട് വില കുറവായിരിക്കും, ചിലതിന് വില കൂടുതലായിരിക്കും കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. ഇത് ആണുങ്ങളുടെ ഷർട്ട്, പാൻറ്റ് അങ്ങനെയുള്ള ഒരു സെക്ഷനാണ് കേട്ടോ. ബനിയൻ. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടാവും കേട്ടോ. അതിന് ഓരോരോ സീസൺ ആകുന്ന സമയത്ത്, തണുപ്പ് കാലം ആകുന്ന സമയത്ത് അങ്ങനെയുള്ള ഡ്രസ്സുകളായിരിക്കും കൂടുതലും ഇവർ ഷോക്കേസ് ചെയ്യുക. ഈ തുണികൾ കൂടുതലും ഇന്ത്യൻ മേക്കാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇന്ത്യൻ മേക്കാണെങ്കിൽ തന്നെ നാട്ടിൽ കാണാൻ കഴിയില്ല. ഈ എക്സ്പോർട്ട് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ടുള്ള കമ്പനികളുണ്ടല്ലോ, അവരാണ് കൂടുതലും ഇവിടെ ഇങ്ങനത്തെ തുണികളൊക്കെ എത്തിക്കുന്നത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാ സെക്ഷനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒമാനി ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ ഒരേ ഷോപ്പിൽ തന്നെ. ഇതുണ്ടത് ഇന്ത്യൻ മേക്കാണ്. അതിൻ്റെ ഇന്ത്യൻ MRP ആയാലും മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഒമാനി റയാലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിസ്കരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മാറ്റ് ഉണ്ടല്ലോ, അതാണ്. ഇത് കോട്ടണാണ്. നമ്മൾ ടവലൊക്കെ ഇല്ലേ, അങ്ങനത്തെ മെറ്റീരിയൽ, കോട്ടൺ മെറ്റീരിയൽ, ഫൈബർ ക്ലോത്ത്, ആ മെറ്റീരിയൽ, അങ്ങനത്തെ ഉള്ള മെറ്റീരിയലുണ്ട്. ഇത് ഒരു ഷോപ്പ് ഇരിക്കുന്നത്, അത് 2nd ഫ്ലോറാണ്. ഇതിന് ഒരു 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഒറ്റ ഫ്ലോർ ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ജെൻസിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഈ ഷോർട്സ് അങ്ങനെയുള്ള സെക്ഷനാണിത്. നാട്ടിൽ നിന്ന് വരുന്നവർ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൂടുതലും കൊണ്ടുവരാൻ നിൽക്കില്ല, ഇവിടെ നിന്നിട്ടാണ് കൂടുതലും വാങ്ങിക്കാറ്. ഇത് വില കുറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ്. ഇത് ഷോപ്പ് നമ്മൾ പരസ്യ ബോർഡ് തന്നെ അതിൻ്റെ 100 പൈസ മുതൽ 1 റിയാലാണ് റേറ്റ്, അങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ കൂടുതലുള്ള റേറ്റ് ഉള്ളത് ഉണ്ടാവും. അവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് വിലക്കുറവുള്ള സാധനങ്ങളാണ്. ഇത് കുട്ടികളുടെ ചെരുപ്പുകളാണ് കേട്ടോ. ചെരുപ്പും കാര്യങ്ങളൊക്കെ കൂടുതലും ഈ ചൈന, ഇന്ത്യയിൽ നിന്നാണ് കൂടുതലും ഈ ഷൂസ്, ചപ്പൽസൊക്കെ കൂടുതലും നമുക്ക് ഇവിടെ കാണാൻ കഴിയാം.
ഇതൊരു ഷൂസിൻ്റെയും ചപ്പൽസിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ കേട്ടോ. അത് ലേഡീസിൻ്റെയാണ്. ഇവിടെ ഒമാനികൾ ഉപയോഗിക്കുന്നതും അല്ലാത്ത പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള എല്ലാ മോഡലും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. ഇത് തന്നെ ചപ്പൽസിൻ്റെ തന്നെ വേറൊരു സെക്ഷനാണ്. ഇത് കുട്ടികളുടെ ഒരു സെക്ഷൻ. 6-7 റാക്കിൽ ഈ ഷൂസും ചപ്പൽസിലും ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് കുറച്ച് കഴിയുന്ന സമയത്ത് ഇവർ ഈ ഓൾഡ് സ്റ്റോക്കൊക്കെ മാറ്റിയിട്ട് ന്യൂ സ്റ്റോക്ക് ഒരു ഡിസ്പ്ലേക്ക് വയ്ക്കും. ഇതൊക്കെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുകയാണ് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും ഇത് കണ്ടിട്ടില്ല. ഒരു ഫാൻസി സ്റ്റോർ പോലെയുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും, ബുക്ക്, നോട്ട് ബുക്ക്, ഈ കുട്ടികളുടെ കളറിങ് ബുക്കുകൾ, അടുക്കള സാധനങ്ങൾ, അങ്ങനെയുള്ള എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇത് നോട്ട് ബുക്കിൻ്റെ സെക്ഷൻ ഉണ്ട്. ഈ ഒരു ഷോപ്പിൽ വിലക്കുറവാണ് കാര്യങ്ങൾ. നോട്ടുകൾക്കൊക്കെ ഇവിടുത്തെ തന്നെ വേറെ ഷോപ്പിൽ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വിലക്കുറവായിരിക്കും. ഈ നാട്ടിലോട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഈ ടോയ്സും കളർ പെൻസിൽ, കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചിട്ട് പോകുക. ഇതൊക്കെ അടുക്കളയും അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ഈ അങ്ങനത്തെ ഏരിയ ആണ് കേട്ടോ അത്. നോട്ട്ബുക്കുകളിൽ തന്നെ പല വെറൈറ്റി സാധനങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ സ്കൂൾ പെൻസിലൊക്കെ ഇടുന്ന ചെറിയ ചെറിയ ബോക്സുകൾ. ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് എല്ലാം. ഇത് ഫാൻസി സ്റ്റോറിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. ഇത് സ്ത്രീകളുടെ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ്. ഞാനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങിക്കാൻ വന്നാണ് ശരിക്കും. ടിഫിൻ ബോക്സുകൾ, നോട്ട് ബുക്കുകൾ, അങ്ങനെയുള്ളതെല്ലാം ഇവിടെ നമുക്ക് വിലക്കുറഞ്ഞ് കിട്ടും. നല്ല സാധനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ വിലക്കുറവായിരിക്കും. നമ്മളിപ്പോൾ ടൗണിൽ നിന്ന് ഇപ്പോൾ മസ്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനും കാട്ടി ലാഭം ഇങ്ങനെയുള്ള ഒരുപാട് ഈ ചെറിയ ചെറിയ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും ലാഭം. ടോയ്സൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ടോയ്സ് വിലക്കുറഞ്ഞ് കിട്ടുന്നുണ്ട്. നല്ല സാധനങ്ങളുമായിരിക്കും, ക്വാളിറ്റി ഉള്ളതായിരിക്കും, വിലക്കുറവായിരിക്കും. ഇത് ടോയ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഈ ഒരു 2-3 റാക്ക് ടോയ്സിൻ്റെ ഒരു സെക്ഷനാണ്. ഈ സോപ്പ് മിക്കവാറും ഗൾഫിൽ നിന്ന് വരുന്നവരെല്ലാവരും ഈ സോപ്പാണ് സാധാരണ നാട്ടിലോട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാറ്. നല്ല സോപ്പുമാണ്, ഇമ്പീരിയൽ ഈത്തർ പറഞ്ഞിട്ട്. ഞാനും അതാണ് ഉപയോഗിക്കാറ്. അത് മോയ്സ്ചറൈസാണ്. നമുക്ക് പെട്ടെന്ന് സ്കിന്നൊന്നും ഡ്രൈ ആവില്ല. വേറെ എല്ലാ കമ്പനികളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ കമ്പനികളും ഇവിടെ ഉണ്ട്. ഞാൻ സാധാരണ ഇതാണ് ഉപയോഗിക്കാറ്. ഇത് നല്ല സോപ്പാണ് കേട്ടോ അത്. ഇതിപ്പോൾ 5 എണ്ണം വാങ്ങുന്ന സമയത്ത് 1 എണ്ണം ഫ്രീ. അതാണ് അതിൽ ഒരു എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആയുർവേദത്തിൻ്റെ മരുന്നുകൾ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിങ്ങനത്തെ ഒരു ഷോപ്പ് കാണാത്തവർക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്.
നമ്മുടെ ചാനലും വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ.